ഇപ്പോൾ DGCA പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോശം കാലാവസ്ഥ തന്നെയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ്. പക്ഷേ മറ്റെന്തെങ്കിലും ഈ അപകടത്തിന് കാരണമായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ചാർട്ടേഡ് വിമാനങ്ങൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നത് ആവർത്തിക്കുകയും ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ ബരാമതിയിൽ ഉണ്ടായിരിക്കുന്ന അപകടം, അതിനുശേഷം ഒരു മാസം തികയും മുമ്പ് ഇപ്പോൾ മറ്റൊരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നു. ഏതായാലും അത് എന്തുകൊണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി വ്യക്തമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഈ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ വ്യോമയാന മന്ത്രാലയവും DGCയും ഒക്കെ തന്നെ അറിയിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സ്വാഭാവികമായും ഇനി മറ്റ് അടുത്ത നടപടികൾ നിലയ്ക്ക് ഇതിൻ്റെ ബ്ലാക്ക് ബോക്സ് ഒക്കെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്കൊക്കെ തന്നെ അന്വേഷണത്തിലേക്കൊക്കെ തന്നെ കടക്കുകയാണ് DGCയും മറ്റ് അന്വേഷണ സംഘങ്ങളുമൊക്കെ തന്നെ. ഏതായാലും ഇവരുടെ വിവരങ്ങളൊക്കെ തന്നെ ലഭ്യമായിട്ടുണ്ട്. ക്യാപ്റ്റൻ വികാസ് ഭഗത്തും ഒപ്പം തന്നെ സർവദീപ് സിംഗുമാണ് ഇതിൻ്റെ പൈലറ്റുമാരുണ്ടായിരുന്നത്. രോഗി നേരത്തെ പറഞ്ഞതുപോലെ പൊള്ളലേറ്റ രോഗിയുമായാണ് ഈ വിമാനം റാഞ്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയിരുന്നത്. സഞ്ജയ് കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒപ്പം കൂടെ മറ്റ് രണ്ടുപേരുണ്ടായിരുന്നു, ബന്ധുക്കളായ രണ്ടുപേരുണ്ടായിരുന്നു. ഒന്ന് അർച്ചന ദേവിയും മറ്റൊന്ന് ധ്രുവ് കുമാറുമാണ്. ഡോക്ടർ വികാസ് കുമാർ ഗുപ്ത, ഒപ്പം ഡോക്ടർ സഹായിയായി ഉണ്ടായിരുന്നത് സഞ്ജയ് കുമാർ മിശ്ര. ഇങ്ങനെ 7 പേരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നെന്നാണ് ഇപ്പോൾ അറിയുന്നത്. മാത്രമല്ല, ഈ വിമാനം ബീച്ച് ക്രാഫ്റ്റ് കിങ് എയർ C-90 ഇതാണ് വിമാനം. ഇത് സ്വാഭാവികമായും ഇത് ഉപയോഗിക്കുന്നത് എയർ ആംബുലൻസ് സർവീസുകൾക്കും ഒപ്പം തന്നെ ഇത്തരത്തിൽ പ്രൈവറ്റ് സ്വകാര്യ ആവശ്യങ്ങൾക്കുമാണ് ഉപയോഗിച്ചു വരുന്ന വിമാനമാണ്. അത്തരത്തിലൊരു വിമാനമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഈ അപകടത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി വിശദമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. അനുശ്വര. രാജേഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചാർട്ടേഡ് വിമാനങ്ങൾ ഇപ്പോൾ അപകടത്തിൽപ്പെടുന്നത് സ്ഥിരമാവുകയാണ്. അപ്പോൾ ആ രീതിയിൽ അന്വേഷണം കൊണ്ടുപോകുമ്പോൾ അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കാനാണ് ഇനി സാധ്യത കൂടുതൽ? സ്വാഭാവികമായും ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ബ്ലാക്ക് ബോക്സ് ഒക്കെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എന്താണ് ഇതിലേക്ക് നയിച്ച കാരണങ്ങളൊക്കെ തന്നെ അന്വേഷണത്തിൽ വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ബാരാമതി അപകടത്തിന് തന്നെ പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോഴും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും എന്താണ് കാരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ച് വരേണ്ടതുണ്ട്. പക്ഷേ ഇത് ഏതായാലും നേരത്തെ ബാരാമതിയിൽ ഉണ്ടായിരുന്നത് ലാൻഡിങ്ങിനിടെയാണ് ഈ അപകടമുണ്ടായത്. ഇപ്പോൾ അങ്ങനെയല്ല, പറന്നു വരുന്ന ഏതാണ്ട് 20 മിനിറ്റിന് ശേഷമാണ് അപകടമുണ്ടായത്. സമാനമായി അഹമ്മദാബാദിൽ അപകടം നോക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഏതാണ്ട് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട ഉടൻ തന്നെയാണ് ആ അപകടം ഉണ്ടായത്. ഏതായാലും അപകടങ്ങൾ പലപ്പോഴും ഇപ്പോൾ ആവർത്തിക്കപ്പെടുന്നതെന്നാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. അഹമ്മദാബാദിൽ നമ്മൾ കണ്ടതാണ്. അത് ഏതാണ്ട് 1 വർഷം തികയുന്നതേ ഉള്ളൂ. അതിന് തൊട്ട് പിന്നാലെയാണ് മറ്റ് 2 അപകടങ്ങളും ഉണ്ടായത്. അതിൽ തന്നെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവ് കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി.